ശേഖരേട്ടാ, ഞാൻ ശേഖരന്റെ അവിടേക്ക് വരിക. എന്താ കാര്യം മോളാ? ശേഖരേട്ടാ, മോന് ഒരു സ്കാൻ ഉണ്ടേ. എനിക്ക് 4000 രൂപ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് തരുമോ? ഞാൻ എവിടെ നാടി നിനക്ക് 4000 രൂപ സംഘടിപ്പിച്ചു തരിക? ഇപ്പൊ ഒരാളോട് ചോദിച്ചാലും ഒരു നയ പൈസ കിട്ടാൻ മാർഗില്ല. ഞാൻ ഈ പോലീസിൽ നടക്കുന്നുണ്ടോ? എവിടെന്നെങ്കിലും പലിശക്ക് കിട്ടുമോ ശേഖരേട്ടാ? നീ ഒന്നും മിണ്ടണ്ടെന്നാ. പലിശ കൊടുത്ത ഞാൻ മുടിഞ്ഞാനാ. ഞാൻ പലിശക്കൊന്നും ചോദിച്ചപ്പോ ഒരാളും തരില്ല. ആര് തരാനാ പലിശക്ക്? നീ ഒന്നും മാറുന്ന. എന്തെന്നുരാ ജിത്തേട്ടൻ പോയാ? ജിത്തേട്ടൻ പോയി. എന്തേ? കുറച്ച് പൈസ തരാനുണ്ട്. തീരെ നിവൃത്തില്ലാത്തോണ്ടാ ചോദിക്കുന്നത്. എനിക്കൊരു 4000 രൂപ തരുമോ? ഇല്ലില്ല മോളെ, ചേച്ചിയുടെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല. ജിത്തേട്ടനാണെങ്കി ഭയങ്കര ടൈറ്റില്ല. എന്താ ഇത്ര അത്യാവശ്യം? മോന് തല സ്കാൻ ചെയ്യേണ്ട ദിവസമാണ്. മോനാണെങ്കി നല്ല കറക്റ്റല്ല. തല വേദനിച്ചിട്ടില്ല, കുറച്ചില്ല. നീ എന്താ ചെയ്യ ഭഗവാനെ? ഈശ്വര ഭഗവാനെ, എന്റെ കയ്യിൽ ഒരു നിവൃത്തിയില്ല മോളെ. ഇപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യാ? സാരില്ല, നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഇത് കൊണ്ടുപോയി മോന്റെ കാര്യങ്ങൾ നടത്തും. അയ്യോ, ഇത് വേണ്ട. സാരില്ല, മോന്റെ കാര്യങ്ങൾ നടക്കട്ടെ. വേണ്ട സീനേച്ചി, ജിത്തേന്നൊക്കെ അറിഞ്ഞ പ്രശ്നാവും. അത് വേണ്ട ചേച്ചി. ഭഗവാനെ, എന്തായിന്ന്? ശരിയായ? ഒന്നും ശരിയായില്ല. മോന്റെ കാര്യം നിങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു, കാശൊന്നുമില്ല എന്നാ പറഞ്ഞു. ഇനിയും പോയി ചെയ്തു കൊടുക്ക്. നേരവും കാലവും നോക്കാണ്ട് എല്ലാം ചെയ്തു കൊടുക്കണ വീടല്ലേ. ഒരു അത്യാവശ്യത്തിന് പൈസ ചോദിച്ചപ്പോ നിങ്ങളോട് അത് തന്നെ പറയണം. എന്തോരോ ഉപകാരങ്ങൾ ചെയ്തു കൊടുത്ത വീടാ. നന്ദിയില്ലാത്തവര്, ചെറ്റകള്. ഇനിയിപ്പോ എന്താ ചെയ്യാ? സ്കാൻ എടുക്കോ? ഇല്ല പൊന്നോ, എനിക്ക് പേടിയാണമ്മ. എന്തിനാ മുത്ത് പേടിക്കണേ? അമ്മയില്ലേ കൂടെ? അച്ഛൻ്റെ മുമ്പ് പേടിക്കണ്ടാട്ടാ. ഇതൊരു ഫോട്ടോ എടുക്കണ പോലെയുള്ളൂ. അമ്മ കാത്തു തായോ അമ്മ? മോള് നടക്ക്, അമ്മ തരാം. ദേന്ന് ആ കൊച്ചുണ്ണിയേട്ടൻ പോണ്. ഒന്ന് വിളിച്ചേ. നീ വിളിച്ചത്? കൊച്ചുണ്ണിയേട്ടാ, നിന്നെ എന്താ കൊച്ചുണ്ണിയേട്ടന്റെ കയ്യില് പൈസ വല്ല തിരിക്കുന്നുണ്ടാ? ഇല്ലല്ലോ മോളെ, നല്ലൊരു അടവ് ഉണ്ടായിരുന്നു. എന്തെത്ര അത്യാവശ്യം? മോനൊന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാനാ. മോന് തലക്ക് സ്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നാണോ? അത് കൊച്ചുണ്ണിയേട്ടാ, ഇന്ന് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ മോളെ? എന്റെ കയ്യിലാണെങ്കിൽ കാശുമില്ല. ആരല്ലേ കൊച്ചുണ്ണിയേട്ടാ, വേഗം പൊക്കോ. എന്തായി? എന്താ പറഞ്ഞു? അല്ല, ഇന്നല്ലേ അച്ഛനെ കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്? അയ്യോ, അത് ഞാൻ മറന്നോടി. ഇപ്പൊ ഹോസ്പിറ്റൽ തുറന്നിണ്ടാവോ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. വേഗം വിളിക്കേ, ഒരു മറവിക്കാരൻ. ഹലോ, കണ്ണാശുപത്രി അല്ലേ? ആ, അതെ, സ്കാനിങ്ങിന് വരാൻ പറഞ്ഞിരുന്നല്ലോ. നിങ്ങൾ പേരും ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നേ. കേശവൻ നായർ, 72 വയസ്സ്, അന്തിക്കാട്. ആ, ഇന്നാണല്ലോ വരാൻ പറഞ്ഞുള്ളത്. അതെ, ഇന്നല്ലേ? ആ ശരി ശരി. ആ ശരി ശരി. 9:00-ക്കല്ലേ? ആ ശരി കേട്ടോ. നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ട് ഫോൺ ചെയ്യുന്നിടയ്ക്കായിട്ട് കൊണ നടത്താൻ പറഞ്ഞിരിക്കുന്നത്. അച്ഛാ, ഇന്ന് സ്കാൻ ചെയ്യാൻ പോണട്ടാ. എപ്പോ മോനെ? 9:00 ടൈം അച്ഛാ. 9 മണിക്ക് പോണം. എന്നാ അച്ഛൻ ഡ്രസ് മാറട്ടെ മോനെ.
ഇപ്പൊ നമുക്കറിയായിട്ടുള്ള അച്ഛാ, കുറച്ച് കഴിഞ്ഞിട്ട് മതി. അച്ഛൻ തയ്യാറാക്കിയ മോനെ. ദേ, സുമതി ദേ. ദേ, ആരുടെ അച്ഛനെ കൊണ്ടുപോവാ? എനിക്ക് ജോലിക്ക് പോണ്ടേ, നിനക്കൊന്നും കൊണ്ടുകൂടെ? ഞാൻ എങ്ങനെയാന്ന് കൊണ്ടുപോടുന്നത്? എനിക്ക് ആ മീറ്റിങ്ങിന് പോണ്ടേ? പിന്നെ ആരുടെ കൊണ്ടുപോവാ? എനിക്കാണെങ്കിൽ ലീവും കിട്ടില്ലല്ലോ. എനിക്ക് പോകാൻ പറ്റില്ല കേട്ടാ, ഞാൻ പറയാം. എന്നാ പിന്നെ കണ്ണം കൊണ്ടുപോട്ടെ, ഒരു ഓട്ടോ വിളിച്ച് കൊടുത്താ പോരെ? നല്ല ആളെ ഏൽപ്പിക്കണേ മോനെ. അവൻ ആ മൊബൈൽ ഫോണിൽ നിന്ന് തല ഉയർത്തിയിട്ട് വേണ്ടേ? അവനല്ലാതെ പിന്നെ ആരെ ഏൽപ്പിക്കാം നമ്മള്? അവനൊന്നും കൊണ്ടുപോയാൽ ശരിയാവില്ല മക്കളെ. അച്ഛനെ കൊണ്ടുപോയിട്ട് പോയാ പോലെ നിനക്ക്. ഞാനിന്ന് നേരത്തെ ചെല്ലാന്ന് പറഞ്ഞ ദിവസം ചെന്നില്ലെങ്കിൽ ആകെ പ്രശ്നമാവുള്ളൂ. നിങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ കണ്ടിരിക്കുന്നത്? നിങ്ങൾ അവനെ വിളിക്കേ. കണ്ണാ ദാ മോനെ, ദാ നിന്നെ വിളിച്ചേ. ദാ ആ മൊബൈൽ മേടിച്ച തുറണിട്ടാ ഞാൻ. എന്താ അച്ഛാ? അച്ചാച്ചനെ സ്കാനിങ് ഉണ്ടാ, നീ വേണം കൊണ്ടുപോകാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ നീ കേൾക്കണ്ട. അവൻ നിങ്ങൾ പറയുന്നതൊന്നും കേൾക്കണില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും വിളിച്ചേ. ആ കൊച്ചുണ്ണി കൊണ്ടു, അവനെ വിളിച്ചോ. ഇന്നും ആ പേട്ടക്കാടി ചായ കുടിക്കാനാ പോണ നമ്മള്. നമുക്ക് പാന്തോണ്ടടക്ക് പോയാലോ? ആ പള്ളി മനോജിന്റെ ഇവിടെ സൂപ്പർ ചായ പോയാലോ നമുക്ക്? കൊച്ചിനേടാ ഒരു മിനിറ്റ്. എന്താ പറയാനോ? ഒരു ഉപകാരം ചെയ്യോ? കാര്യം പറയണോ? അച്ഛനൊന്ന് കണ്ണാശുപത്രി വരെ കൊണ്ടുപോവോ? അതിനെന്താ, ഞാൻ വരാം. കേശോട്ടാ, ഞാൻ നാരായണന്റെ കൂടെ ഒന്ന് പോയിട്ട് വരാം. ചായ കുടിക്കാൻ വരില്ല അപ്പൊ നീ? നമുക്ക് പിന്നെ ആവാം. അതെ, പൊക്കോ പോയിട്ട് വാ. അച്ഛനാണ് ബുദ്ധിമുട്ടാവോ? ഏയ് എന്ത് ബുദ്ധിമുട്ട്? ഏത് കൊച്ചുണ്ണി? യേശോ മതി, കൊച്ചിനിക്ക് ഒരു ചായ എടുക്ക്. 9 മണിക്ക് കൊണ്ടുപോകണം. ഇപ്പോ 8 മണി ആയിട്ടുള്ളൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. 9 മണിക്ക് ഓട്ടോ വരും. അത് ഞാൻ കൊണ്ടു. എന്നാ ശരി, കണ്ണന്റെ കൂടെ അവനും വരും. കണ്ണാ ഡാ കണ്ണാ, അച്ചാച്ചനെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകണ്ടാ? സ്കാനല്ലേ? അത് ഞാൻ ചെയ്തോണ്ട്. സുമതി, ഞാൻ ഇറങ്ങാടി. ഞാൻ ഇറങ്ങാണ്. അച്ഛൻ റെഡിയാ? പോവാ മോളെ. ലീസ്റ്റ് ഒക്കെ എടുത്ത അച്ഛൻ? അത് നോക്കിക്കൊണ്ടിരിക്കുക മോളെ. ഒരു കാര്യം ചെയ്യേ, അച്ഛൻ മറത്തേക്ക് വെക്കോ. അവിടെ കൊച്ചുണ്ടുണ്ട്, ലീസ്റ്റ് ഒക്കെ ഞാൻ കൊണ്ടുവരാം. ആ എന്തോ കൊച്ചുണ്ണി? കേശവനായത് എന്ത് പറയണു? എന്ത് പറയണ കേശവനായര്? തന്നെ ഈ വഴിക്കൊന്നും കാണുന്നില്ലല്ലോ കൊച്ചുണ്ണി. ഞാൻ എല്ലാ ദിവസവും ഈ പടിഞ്ഞാറ് പറമ്പിൽ കൂടെ പോവാറുണ്ട് കേശവനായരെ. കണ്ണിന്റെ കാഴ്ച കുറഞ്ഞോണ്ടേ ഇപ്പൊ പഴയ പോലൊന്നും പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല. അതാണ് നമ്മളെ കാണാത്തത്. എന്നിട്ട് നമ്മളെ കുറ്റം പറയാതിരിക്കാൻ നായര്. കണ്ണാ, സമയം പറഞ്ഞോളൂ മോനെ. ആര് കേൾക്കണ അച്ഛാ? അവൻ ഈ ലോകത്തൊന്നല്ല. 24 മണിക്കൂറും ആ ഫോണിന്റെ ഉള്ളില് തല പൂത്തിരിക്കല പണി. ഇവനെപ്പോഴും ഇങ്ങനെ തന്നെയാണോ? ഇവന് 24 മണിക്കൂറൊന്നും പോരാ. എത്ര വെച്ചിട്ട് പറയാ ചേട്ടാ, ഒരു കാര്യമില്ല. തെളിച്ച് വയ്ക്ക് നടന്നില്ലെങ്കിൽ നടന്ന വയ്ക്കാനോട് തെളിക്ക. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഞാൻ പോവാ കൊച്ചുണ്ണേട്ടാ. മോനെ കണ്ണാ, നിങ്ങൾ തലയുർത്തി നോക്കടാ. നിങ്ങൾക്കും കിട്ടാൻ വേണ്ടേ? അമ്മയ്ക്ക് പോകാൻ സമയമായിട്ടാ, അമ്മ പോവാണ്. അച്ചാച്ചനോട് പോയി സ്കാൻ ചെയ്തോളോ. നീ വല്ലത് കേൾക്കണ കഴുതേ? അമ്മ പറയുന്നത് വല്ലതും കേട്ടാ സ്കാനിന്റെ കാര്യം? സ്കാനല്ലേ? ഞാൻ ചെയ്തോണ്ട്. ഇനിയുള്ള കാലം ഒരു രക്ഷയില്ല കൊച്ചുണ്ണി. നമ്മളൊന്നും ജീവിച്ച കാലം പോലെയല്ല ഇത്. നമ്മളൊക്കെ പണ്ട് എന്തോരം ഓടിച്ചാടി കളിച്ച് നടന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഒരു മൊബൈൽ മതി. 24 മണിക്കൂറും മൊബൈല്. ഇവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും അടിച്ചു കൊണ്ടുപോയ വരാൻ ഈ പിള്ളേരാണ്. ഓ എന്റെ ദൈവമേ, ഇതെന്തൊരു കാലം. പണ്ടൊക്കെ ആണെങ്കിൽ എന്റെ കുട്ടിക്കാലത്ത് എന്തെല്ലാം കളികൾ. ഓട്ടം, ചാട്ടം, പമ്പരം ചെത്തിക്കല്, മെച്ചയും കളി, തൊപ്പിയിടുണ്ടാക്കല്, പല കളികൾ ഇന്നത്തെ കാലത്ത് ആലോചിക്കാൻ വയ്യ. എന്താ സ്കാൻ എത്രയാ? 4000. ഒരു മിനിറ്റ് ട്ടാ.
അയച്ചിട്ടുണ്ട് കേട്ടോ. ആ ആ ആ എല്ലാം കണ്ടൂല്ലേ? സോറി, ഇപ്പൊ കണ്ണ് കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തൊക്കെ കാണാം. ഇവിടെ നടന്നതെല്ലാം എല്ലാം കണ്ട സ്കാനല്ലേ ആ 4000? സോറി, ഞാനത് തിരിച്ചിട്ട് കൊടുക്കാം. വേണ്ട, കയ്യിലിരിക്കട്ടെ. അവനത് അങ്ങനെ തന്നെ വേണം. ഇനി സ്കാൻ ചെയ്യണം. വേണ്ട, ഇത് മതി, എന്റെ ഫോട്ടോ കഴിഞ്ഞു. ഇന്നലെ പോവാൻ തയ്യാറായിക്കോളൂ. ഇതാ 4000 രൂപ. കൊച്ചുനേട്ടാ വലിയ ഉപകാരമായിട്ടാ. എന്തിനാ കരയണു? ഇതൊക്കെ ജീവിതത്തിൽ പറഞ്ഞല്ല. എന്തായാലും മോന്റെ സ്കാനിങ് നടക്കട്ടെ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട കേട്ടാ.